പങ്കെടുക്കുന്ന എല്ലാവരെയും സ്റ്റേജോട് ക്ഷണിക്കുകയാണ്. ശ്രീ മടശ്ശേരി നിലകൊണ്ട നമ്പൂതിരി, അൽമറമൻ സാർ, തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ ശ്രീ എം.എൻ., അതുപോലെ തന്നെ ശ്രീ ആത്മാരാമൻ, ശ്രീ വിനോദ് നാരായണൻ, തമ്പി ആൻ്റണി, സർഗവേദി പ്രവർത്തകർ, ക്യാമ്പ് അംഗങ്ങൾ, എല്ലാവർക്കും ഞാൻ ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാള സാഹിത്യ സംഘടനയ്ക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് നീണ്ട വീഡിയോ ലാനയുടെ ചരിത്രം നിങ്ങളെല്ലാവർക്കും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലാനയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കട്ടെ. ലാനയ്ക്കിപ്പോൾ ഏകദേശം 100-ലേറെ മെമ്പർമാരാണുള്ളത്. നമുക്ക് നിരവധി ചാപ്റ്ററുകളുണ്ട്. വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ന്യൂയോർക്ക്, ഡാലസ്, അതുപോലെ തന്നെ ഫിലഡൽഫിയ, ഡിട്രോയിറ്റ്, നാഷ്വില്ല്, ഇവിടുത്തെ സർവ്വവിദ്യ അടക്കമുള്ള വലിയ സംഘടനകളുണ്ട്. പിന്നെ ഇപ്പോൾ പല സ്റ്റേറ്റുകളിൽ നിന്നും നിരവധി മെമ്പർമാരുണ്ട്. ഇപ്പോൾ വെർജീനിയ, ജോർജിയ, ഫ്ലോറിഡ പ്രദേശങ്ങളിൽ നിന്ന്, തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ ടെക്സസ് തന്നെ ഓസ്റ്റിനിൽ കുറച്ച് പേരുണ്ട്. അങ്ങനെ നിരവധി പ്രവർത്തകർ നമുക്കുണ്ട്, 100ഓളം കൂടുതൽ പ്രവർത്തകർ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അമേരിക്കയിൽ വസിക്കുന്ന എല്ലാ മലയാളികളിലും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, വടക്കേ അമേരിക്കയിൽ, കന്നഡയിൽ നിന്നുമുള്ള എല്ലാ എഴുത്തുകാരെയും എല്ലാ വായനക്കാരെയും ഇതിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. നമുക്ക് ലാന എന്ന പേരിലൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. നമ്മുടെ ആ കൂട്ടായ്മയിലേക്കും പിന്നീട് മെമ്പർഷിപ്പിലേക്കും ഇപ്പോൾ മെമ്പർഷിപ്പ് അല്ലാത്തവരെല്ലാവരും വരണമെന്ന് ഞാൻ ആദ്യമായിട്ട് ലാനയുടെ ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള പുതിയ വായനക്കാരെ, എഴുത്തുകാരെ എല്ലാവരെയും ലാന ഭാരവാഹികൾക്ക്, നിലവിലുള്ള ലാന ഭാരവാഹികൾക്ക് പരിചയപ്പെടുത്തിയാൽ അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരെ ഇതിലേക്ക് അടുപ്പിക്കുവാനും, അങ്ങനെ ലാന എന്ന സംഘടന അമേരിക്കയിലെയും നോർത്ത് അമേരിക്കയിലെയും കാനഡയിലും ഒക്കെ തന്നെയുള്ള എല്ലാ എഴുത്തുകാരുടെയും സംഘടനയായി മാറ്റാൻ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു 1-2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ സംസാരിക്കാനുണ്ട്, ഒരു പ്രഭാഷണമുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ എഴുത്തുകാരുണ്ട്, നല്ല വായനക്കാരുണ്ട്. അത് രണ്ടുമുള്ള വായിക്കുകയും നന്നായി വായിക്കുകയും നന്നായി എഴുതിയും ഉള്ളവരുണ്ട്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പരിണിത ഔട്ട്കം അല്ലെങ്കിൽ പരിണിത ഫലം എന്താണെന്ന് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് എന്ത് വായിക്കണം അല്ലെങ്കിൽ എന്ത് എഴുതണം എന്നൊക്കെ തന്നെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ പറയാമെന്നല്ലാതെ ആരെയും പഠിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഔട്ട്കം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ ഉണ്ടാകില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ എഴുത്ത് നമ്മളെ എഴുത്ത് നമ്മളെ നന്നായിട്ട് നവീകരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്തരം ക്യാമ്പുകൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ ശക്തമാക്കും, വളരെ ദൃഢമാക്കും. നമ്മുടെ എല്ലാം പിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരെന്നോ അല്ലെങ്കിൽ മനസ്കർ എന്നോ പറയാവുന്നവർ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് വായിക്കുന്നു, എന്തെഴുതുന്നു എന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. നമ്മുടെ സമാന മനസ്കർ, പിയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അവരുടെ ഊർജ്ജം കൊണ്ട് നമുക്കൊരു പക്ഷേ കൂടുതൽ നല്ല വായനക്കാരും അതുപോലെ തന്നെ നല്ല എഴുത്തുകാരുമാകാൻ ചിലപ്പോൾ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ സാധാരണ ഇന്നത്തെ കാലത്ത് നിരവധി പുസ്തകങ്ങളുണ്ട്, നിരവധി എഴുത്തുകാരുണ്ട്. തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, എന്ത് എഴുതണം എന്ന് ഒരു തുടക്കക്കാരന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് അങ്ങനൊരു അനുഭവം തരും. നമുക്ക് എന്താണ് നമ്മൾ വായിക്കാൻ നമുക്ക് താല്പര്യം, നമ്മുടേതായ ഒരു വഴി ഉണ്ടാക്കാമെങ്കിൽ പോലും നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. അതാണ് ഈ സംഘടന കൊണ്ടുള്ള ഗുണം, ഈ കൂട്ടായ്മ കൊണ്ടുള്ള ഗുണം. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് 3 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ക്യാമ്പ് കൂടി തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും നല്ല അനുഭവം ഉണ്ടാകും. ഒരു കൊല്ലം കഴിയുമ്പോൾ തുടക്കക്കാരായ എഴുത്തുകാരെന്ന രീതിയിൽ പുതിയതായി എഴുതാൻ കഴിയും. വായനയ്ക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും.
അത് ഉണ്ടായാൽ ഈ ക്യാമ്പ് സാർത്ഥകമായി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. പിന്നെ വായനയ്ക്കും എഴുത്തിനും ഒക്കെ വളരെ നിരവധി ഗുണങ്ങളുണ്ട്. നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും നമ്മുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ കഴിയും, ഓർമ്മ കൂട്ടാൻ കഴിയും. പിന്നെ പല ആൾക്കാർ ഇതിൽ 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ. അവർക്ക് ഓർമ്മ നിലനിർത്താനും നമ്മുടെ ജീവിതം വളരെ ശക്തമായി മുന്നോട്ട് പോകാനും വായനയും എഴുത്തും ഒക്കെ കഴിയും. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പലർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും, എങ്കിൽ പോലും അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് സഹാനുഭൂതി ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ എഴുത്തുകൊണ്ടും വായന കൊണ്ടും നമുക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ സർഗാത്മകത വർദ്ധിപ്പിക്കും, ആശയവിനിമയത്തിലുള്ള ശക്തി ഉണ്ടാക്കും, പഠനത്തിന് ഉപകരിക്കും. ഇപ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നവര് പൊതുവെ ഫിക്ഷനാണ് അധികവും കാണാറുള്ളത്. നമുക്കതല്ലാത്ത വലിയൊരു പുസ്തക സമ്പത്തുണ്ട്. വിജ്ഞാന സാഹിത്യമുണ്ട്, ശാസ്ത്ര സാഹിത്യമുണ്ട്, ഫിലോസഫിക്കലായിട്ടുള്ള സാഹിത്യങ്ങളുണ്ട്. ലാന പൊതുവെ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പൊതുവെ ഈ മൂന്നോ നാലോ മേഖലകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലേഖനം, കഥ, കവിത, ചില സമയങ്ങളിൽ മാത്രം നാടകം. അതിലും അപ്പുറത്ത് മൊത്തം കണക്കിലെടുത്തു കഴിഞ്ഞാൽ അതിലേറെ ഉള്ളത് മറ്റു ഇതിലാണ്. വിജ്ഞാന സാഹിത്യത്തിലും ശാസ്ത്ര സാഹിത്യത്തിലൊക്കെ തന്നെയാണ് പുസ്തകങ്ങൾ ഏറെ ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ നമ്മുടെ ആ ഡയറക്ഷൻ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ഈ ക്യാമ്പ് കൊണ്ട് ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഇപ്പം നാട്ടിൽ ഞാൻ കഴിഞ്ഞ നാൾ പോയിപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമാണ്, ഏകദേശം 1,00,000 കൂടുതൽ കവികളുണ്ട് കേരളത്തിൽ, 1,00,000 കഥാകൃത്തുക്കളുണ്ട്, നോവലിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ഇത്രയും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അത്രയും അതിൻ്റെ ഒരു കാരണമുണ്ട്. നമുക്കത് നമ്മുടെ ടെക്നോളജി പറഞ്ഞു, എഴുത്ത് എളുപ്പമായി, ഒക്കെ ഡിജിറ്റലായി. ഈ നമ്മൾ നല്ല എല്ലാവരും എല്ലാവരും വായനക്കാരുമായി കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ ഒരു വലിയൊരു ഗുണവശമാണത്. കൂടിയതുകൊണ്ട് ആരും ഇതാവേണ്ട കാര്യമില്ല. എല്ലാവരും എഴുത്തുകാരാവട്ടെ, എല്ലാവരും വായനക്കാരാവട്ടെ. കൂടുതൽ തുല്യതയും കൂടുതൽ എന്താ പറയുക, ഒരു മാനസികമായി മുന്നോട്ടിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാകാൻ എഴുത്തും വായനയും കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എഴുത്തിലും ഒരു സാഹിത്യ ഇവിടെ തന്നെ എത്രയോ മലയാളികളുണ്ട്. നമ്മുടെ ഇതിൽ എത്ര പേര് വന്നിട്ടുണ്ട്. അപ്പൊ അതില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ എഴുത്തുകാർ ഉണ്ടാകുകയും ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ സമൂഹം അതിന് മുന്നോട്ട് നയിക്കാൻ കഴിയും. സമൂഹത്തിന് ദിശാബോധം കൊടുക്കുന്നവരാണ് എഴുത്തുകാർ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരം ഈ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വരും കാലങ്ങളിൽ ഈ ഒരു പാർട്ട് ദിശാനിർണയം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവസാനമായി ഇവിടെ ഈ ക്യാമ്പ് ഞാൻ നേരത്തെ ജോൺ പറഞ്ഞതാണത്. ജോൺ പല പ്രാവശ്യം പുഷ് ചെയ്തിട്ടാണ് ഒരെണ്ണം നടത്തും എന്ന് പറഞ്ഞിട്ടാണ് ഒടുക്കം നമുക്ക്. അപ്പം ഇനി എൻ്റെ ഒരു നിർദ്ദേശം, നിങ്ങൾ ഒരു 2 കൊല്ലത്തിനുള്ള 4 കൊല്ലത്തിനുള്ള ഒരു വലിയ സമ്മേളനം ഇവിടെ നിങ്ങൾ നടത്തണം. അതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നേതൃത്വത്തിലേക്ക് വന്നുകൊണ്ട് ഇതിൽ കൂടുതൽ 100-150 പങ്കെടുക്കുന്ന ഒരു സമ്മേളനം നടക്കാൻ കഴിയട്ടെ സർഗവേദിക്കും ഇവിടുത്തെ മലയാള എഴുത്തുകാർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ഇത് സംഘടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, സർഗവേദിയുടെ പ്രവർത്തകർക്ക്, ലാന ഭരണസമിതിക്ക് വേണ്ടി വളരെ അകതയോ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ശങ്കരമണി. നമ്മുടെ ഈ സാഹിത്യ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ മാടശ്ശേരി നീലകണ്ഠൻ, നമ്മുടെ MN ചേട്ടൻ. 1935 കോതമംഗലത്ത് ജനിച്ച അദ്ദേഹം 1972 ന്യൂയോർക്കിലെ സ്റ്റോണി ബ്രൂക്ക് സർവകലാശാലയിൽ നിന്നും ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ PhD ബിരുദം നേടി. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, ന്യൂയോർക്കിലെ സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി, A&M യൂണിവേഴ്സിറ്റി ടെക്സസ്, ലാൻസ് റിവർമോർ നാഷണൽ ലബോറട്ടറി എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഗവേഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ എഴുത്തുകാരിലെ ശാസ്ത്രജ്ഞരിലെ എഴുത്തുകാരനുമായ ശ്രീ മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നക്ഷത്രധൂളികൾ എന്ന കവിതാ സമാഹാരം, പിന്നെ പ്രപഞ്ച ലോട്ടറി, അദ്ദേഹം പ്രപഞ്ച ലോട്ടറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കവിതാ സമാഹാരം. പിന്നെ അദ്ദേഹം പരിഭാഷ നിർവഹിച്ച കുമാരനാശാന്റെ നളിനിയുടെ ഇംഗ്ലീഷ് പരിഭാഷ, പിന്നെ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഉജ്ജയിനിയിലെ രാപ്പകലുള്ള പരിഭാഷ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ.
നമ്മുടെ സർഗവേദിയുടെയും ഈ ബേരിയയിലെ സാഹിത്യ കൂട്ടായ്മയുടെയും ഒരു കാരണവസ്ഥാനം അലങ്കരിക്കുന്ന എം ചേട്ടനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. എം ചേട്ടൻ ഒരു കാര്യം ഇവിടെ നമുക്ക് നിലവിളക്കൊന്നുമില്ല, അതുകൊണ്ട് ഒരു ഉദ്ഘാടന പ്രഖ്യാപനം നടത്തണമെന്ന് അഭിഷേകിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു നമ്പൂരി ശങ്ക, ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉദ്ഘാടിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്നാൽ ഇനി ഉദ്ഘാടനം ചെയ്യണമെന്ന് തന്നെയാണ് നിർബന്ധമാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ ലാന ഇവിടെ വീണ്ടും കൂടുന്നത് വലിയ സന്തോഷമുണ്ട്. 10 കൊല്ലം മുമ്പ് ഇവിടെ ജോൺ ഒടിയൻ പണ്ട് പറഞ്ഞ പോലെ, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 2016 ഇവിടെ ഒരു സമ്മേളനം ഇതുപോലെ ഉണ്ടായി. അന്ന് ഇതുപോലെ അതിന് ഒരു കുറച്ച് നാൾ മുമ്പേ എന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കി. അപ്പോൾ ഞാൻ അവിടുന്ന് ടെക്സസിൽ വെച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലെയിനിൽ എവിടെയോ വന്ന് നിന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ടെക്സസിൽ MSTO വിളിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി പറഞ്ഞോ വിഖ്യാനത്തിൻ്റെ ഇത് അർത്ഥം എന്താണെന്ന്. താൻ അവിടെ പോയി മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യണം, അതിനാണ് തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ തെറ്റായ ധാരണയൊന്നും വേണ്ട. അങ്ങനെ ഏതായാലും അന്ന് ഒരു സമ്മേളനം ഇവിടെ കൂടാൻ സാധിച്ചു. അത് പിന്നെയും ഇത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ രണ്ടാമത് ഉണ്ടായതിൽ സന്തോഷം. ഇനി ശങ്കർ പറഞ്ഞ പോലെ കൂടെ ഇവിടെ ഇതുപോലത്തെ മീറ്റിങ്ങുകളും വലിയ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ ലാന എന്ന സുന്ദരി ഈ മലയും ഈ പശ്ചിമഘട്ടങ്ങൾ കടന്ന് ഇങ്ങോട്ട് വരിക വളരെ വിരളമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് അങ്ങനെ വരാതെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് MSTയെ പറ്റി 2-3 വാക്ക് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഇവിടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലാനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഞങ്ങൾക്ക് കുടുംബത്തിന്, എനിക്ക് പ്രത്യേകിച്ചും MST അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ആയിരുന്നു. ഞങ്ങൾ 1955 മുതൽ പരിചയമാണ്. ആദ്യം MST കണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. ധാരാളം പെൺകുട്ടികൾ തൊഴാൻ വരുന്ന എറണാകുളം ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും രാവിലെ ആദ്യം കണ്ടത്. അത് പോട്ടെ. പിൽക്കാലത്ത് ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറികളിൽ താമസമായി. അദ്ദേഹം മാത്തമാറ്റിക്സ് പഠിക്കുന്നു, ഞാൻ കെമിസ്ട്രി പഠിക്കുന്നു. ഞങ്ങളങ്ങനെ കൂട്ടുകാരായി. പുസ്തകങ്ങളെ പറ്റിയും കവിതയെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ MST കോളേജിൽ പഠിപ്പിക്കാൻ പോയി. ഞാൻ എന്തൊക്കെയോ റേഡിയോ കെമിസ്ട്രി, ന്യൂക്ലിയർ റിസർച്ചിന് വേണ്ടി ബോംബെക്ക് പോയി. ഞങ്ങൾ തമ്മിൽ അധികം കാണാതായി. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നാൽ ഒരു പ്രത്യേക സാഹചര്യം MSTയുടെ വിവാഹത്തിന് നിശ്ചയ സമയത്ത് അമേരിക്കയിൽ ഞാനുണ്ടായിരുന്നു. ആ വിവരത്തിന് അദ്ദേഹം MSTയുടെ വധുവിൻ്റെ സഹോദരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എഴുത്ത് വന്നപ്പോൾ അവർക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നെ കാണിച്ചു MSTയോട് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരനാണല്ലോ ഇത് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൂടെ ഞങ്ങൾ തമ്മിൽ MSTയുടെ ഭാര്യയുടെ സഹോദരിയെ ഞാൻ വിവാഹം കഴിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നുപോയി. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെയും തുടർന്നു പോയി. ഞങ്ങൾ രണ്ടുപേരും ടെക്സസിൽ അടുത്തടുത്ത് അധികം അകലെ അല്ലാത്ത പട്ടണങ്ങളിൽ താമസമാക്കി ഞങ്ങളുടെ കുട്ടികൾ ഒന്നിച്ച് കളിച്ചു വളർന്നു. ഞങ്ങളെ വല്ലതും എഴുതുകയൊക്കെയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് കേൾപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു പോന്നു. അപ്പോൾ MSTയുടെ വിയോഗം അത് വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞാൻ എന്നേക്കാൾ 2-3 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ മേലാത്തൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ മുമ്പിൽ ഒന്നുകൂടി നമസ്കരിക്കുന്നു. ഞാനൊരു നല്ല പടം ഇവിടെ പ്രദർശിപ്പിക്കാനായിട്ട് എടുത്തു വച്ചിരുന്നു, മറന്നുപോയി, നാളെ കൊണ്ടുവന്നു. പിന്നെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ ചടങ്ങ് നിർവഹിക്കാം. ഈ ലാനയ്ക്ക് വേറൊരു കാര്യം കൂടെ ഒരു കാര്യം ഓർക്കുന്നതെന്ന് പറഞ്ഞോട്ടെ.
ഈ ലാന എന്ന ആശയം മുമ്പോട്ട് വരിക, അതിനുവേണ്ടി ഒരു വലിയ മീറ്റിംഗ് കൂടുകയൊക്കെ ചെയ്തെന്ന് ഇവിടെ പറഞ്ഞല്ലോ ഡാലസിൽ. ആ മീറ്റിങ്ങിൽ, ഫൊക്കാനയുടെ മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. ഇവരാരും എന്നോടൊന്നും ഇതൊന്നും പറഞ്ഞില്ല. ഞാനന്ന് 2 കവിതയോ മറ്റും എഴുതി കഴിഞ്ഞിരുന്നു ആ കാലത്ത്. അപ്പോൾ എന്നെ ഒരു എഴുത്തുകാരനായിട്ടൊന്നും ആരും കണക്കാക്കിയിരുന്നില്ല. അപ്പോൾ പിൽക്കാലത്താണ് ഞാനും കൂടെ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ അന്ന് തലേ ദിവസം അന്ന് രാത്രി ഇവിടെ വലിയൊരു സമ്മേളനം നടന്നെന്നും ഒരു പുതിയ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതൊരു ന്യൂസായിരുന്നു. ഏതായാലും ആ അസോസിയേഷന് ലാന എന്നാണ് പേരിട്ടത്. ക്ലാന എന്നും മ്ലാന എന്നൊന്നും പേരിട്ടില്ല, ലാന. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ അസോസിയേഷൻ ലിറ്റററി അസോസിയേഷനാണ്. അത് ഭാഷ എന്നുള്ളൊരു റിസ്ട്രിക്ഷൻ, നിയന്ത്രണങ്ങളൊന്നും അതിന് വേണ്ട, ഏത് ഭാഷയിലായാലും നമ്മുടെ അസോസിയേഷനാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയില്ല കൂടി തന്നെ ലാന എന്നാണ് അതിന് പേര് അവരിട്ടത്. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരുടെ മക്കളും മരുമക്കളും മലയാളം വായിക്കുന്നവർ വളരെ കുറവാണ്. അപ്പം അത് അങ്ങനെ നോക്കുമ്പോൾ ഈ ലാന എന്നുള്ള പേരിൻ്റെ അർത്ഥം കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ ട്രാൻസ്ലേഷൻസും ഒക്കെ ചെയ്യേണ്ടതല്ലേ, പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ നമ്മുടെ പുസ്തകം. അല്ലെങ്കിൽ നമ്മളൊക്കെ എഴുതുന്നതിന് അതിൻ്റെ വായനയുടെ കാലം വളരെ ചുരുങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളൊക്കെ എഴുതുന്നത് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക, ഡിജിറ്റലാക്കാൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്താലാണ് അതിന് കുറേ കൂടെ ജീവിതം ആയുസ്സുണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ മകന് മലയാളം വായിക്കാൻ വയ്യ. അപ്പം ഞാൻ വല്ല കവിത എഴുതിയാൽ ഞാനത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച്. അപ്പോൾ അത് അങ്ങനെ അയാൾക്കത് വായിക്കാൻ പറ്റും. ആ ഒരു റിസ്ട്രിക്ഷൻ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചുരുക്കം പേർക്ക് അതില്ലാത്തത് ഉള്ളൂ. അതുകൊണ്ട് അതൊരു ചിന്താവിഷയമായി എടുക്കേണ്ടതല്ലേ എന്ന് എനിക്കൊരു സംശയം. കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഈ മീറ്റിംഗ് കൂടെ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തതിന് ഇവിടുത്തെ സർഗവേദി എല്ലാവർക്കും നന്ദി പറയുന്നു, അനുമോദനം പറയുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് നിരൂപകൻ, കവി, എഴുത്തുകാരൻ എന്നീ നിലയിൽ പ്രശസ്തനായ ശ്രീ ആത്മരാമൻ ആണ് ആശംസാ പ്രസംഗം നടത്തുന്നത്. തുടർച്ച, കാവ്യജീവിതം, എല്ലിൻ തുണ്ടുകൾ എന്നീ കവിതാ സമാഹാരങ്ങൾ, പ്രശയം, ബഹുരൂപി NV പ്രതിഭാനം, അവതാരിക എന്നീ വിമർശന ഗ്രന്ഥങ്ങളും, അക്കിത്തം എഡിറ്റോറിയൽ ഓട്ടോബയോഗ്രാഫി എന്ന സചിത്ര ഗ്രന്ഥം ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരേയൊരു ഹെഡർ എന്ന ജീവചരിത്ര പുസ്തകം CV സുധീന്ദ്രനോടൊപ്പം ചേർന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വീറ്റ് ജെന്റിൽ റേഡിയന്റ് G ശങ്കരക്കുറുപ്പിന്റെ കവിതകൾ, വൈലോപ്പിള്ളി ബൈ ഹിംസെൽഫ്, വൈലോപ്പിള്ളി കവിതകൾ, ഋഷ്യശൃംഗൻ നാടകം, അലക്സാണ്ടർ ഇൻ ഇന്ത്യ മറ്റൊരു നാടകം, മൃണയി, സുജാത ദേവിയുടെ കവിതകൾ, ദേശികം എന്നിവ വിശദ പഠനങ്ങളോടെ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. സാഹിത്യ നിരൂപണത്തിനുള്ള S ഗുപ്തൻ നായർ പുരസ്കാരവും 2019, വൈലോപ്പിള്ളി ജയന്തി പുരസ്കാരം 2020 ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു സ്മിത. നമ്മുടെ ശങ്കർമനെ പറയുന്നത് 7 മിനിറ്റ് സംസാരിക്കാം എന്നാണ്. 10 മിനിറ്റ് എടുത്തോളൂ. 8 മണിക്ക് എല്ലാം അവസാനിക്കണം. പറഞ്ഞല്ലോ, സമയം ഉണ്ടോ? ഇതേട്ടൻ പറഞ്ഞല്ലോ, MST ആയിട്ടുള്ള ബന്ധം പറഞ്ഞല്ലോ. ഞാനൊരു 75-ലാണ് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ വീട്ടില് പ്രാപ്തനായിട്ട് പോയത്. എൻ്റെ ഒരു കവിത കണ്ടിട്ട് എന്നെ വന്ന് പരിചയപ്പെടുക, ഞാൻ അങ്ങോട്ടൊന്നും പരിചയപ്പെടില്ല, എന്നെ വന്ന് പരിചയപ്പെടുകയായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, ദാറ്റ് വാസ് ഇൻ 75 ഡിസംബർ. എടോ, MST തനിക്കറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞൂടാ, അങ്ങോട്ട് വരുന്നുണ്ട്, ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്നുണ്ട്, താൻ ഉണ്ടാവുമല്ലോ ഇവിടെ അല്ലേ? ഇപ്പോൾ ഉണ്ടാവും.
അങ്ങനെ 76 ഏപ്രിലിലും മെയ്യിലും ആണ് ഞാൻ ആദ്യം എം.എസ്. ചേട്ടനെ പരിചയപ്പെട്ടു. അന്ന് ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ട്, എം.എൻ. ചേട്ടൻ ആളെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ സാഹിത്യ സല്ലാപം നടത്തുകയാണ്. ഈ വിശ്വനാഥൻ നമ്പൂതിരിയുടെ അപരാജിത എന്ന പേരായ പ്രശസ്തമായ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ചെറിയ വീടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് ലോറി ബേക്കർ പണിത, വളരെ തുച്ഛമായ വിലയ്ക്ക് പണിത, സിമന്റ് കരിഞ്ചന്തയിൽ വാങ്ങിക്കാത്ത മാഷ് സമരം ചെയ്യുമെന്ന് പറഞ്ഞ് സിമന്റ് ന്യായവിലയ്ക്ക് മാത്രം മേടിച്ച് വാങ്ങിച്ചുണ്ടാക്കിയ വീടാണത്. ഞങ്ങളെപ്പോലെ ആളുകൾക്ക് നിറഞ്ഞ സ്മരണകളുള്ളൊരു വീട്. അപ്പൊ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് MST ഞങ്ങൾ ഈ സംസാരിച്ചത് മുഴുവൻ റെക്കോർഡ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേൾപ്പിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് നാണം വന്നു തുടങ്ങിയത്. അയ്യോ, ഈ പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്തു. ഇത് അങ്ങനെ മുഴുവൻ പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരുന്നത്. പലരും പറ്റി ദൂഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റെക്കോർഡ് ചെയ്തു. ആ 76 തിരിച്ച് MST ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്ന സമയത്ത് എയർപോർട്ട് കുറച്ച് സമയമുണ്ടായിരുന്നു. വിഷ്ണുനമ്പൂരി മാഷും ഭാര്യയും കുട്ടികളും കൂടി അദ്ദേഹത്തെ യാത്രയാക്കാൻ പോയി. മടങ്ങി വന്ന് എന്നെ വേഗം വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഞാൻ ഇന്ന് എയർപോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോഴാണ് മനസ്സിലായത് വലിയ വിലയാണ് കാപ്പിക്കൊക്കെ അവിടെ. 5 രൂപ വില. പക്ഷേ അവിടെ വേറൊരു വിശേഷം കൂടി ഉണ്ട്. ചായയും കാപ്പി ഉണ്ടാക്കി തരില്ല, ചായ കാപ്പി നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ MST പറഞ്ഞിട്ടുണ്ട്, താൻ അടുത്തോടെ വരുമ്പോ അമേരിക്കക്ക് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ അമേരിക്കക്ക് വന്നിട്ടില്ല. 92 കട്ട് ഫോർവേഡ് ടു 92 മരങ്ങാട്ടുള്ളിയില് MSTയുടെ പിറന്നാള്. അപ്പൊ ഞങ്ങൾ അതിന് പോയി. ഞങ്ങളാച്ച ഞാൻ പോയി. ഞങ്ങളന്ന് എറണാകുളത്താണ്. എൻ്റെ മോനന്ന് 5 വയസ്സ് പ്രായം. ഞങ്ങളവിടെ വീടൊക്കെ മേടിച്ച് താമസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ മാത്രമേ പോയുള്ളൂ. അവിടെ വെച്ചാണ് ഞാൻ എം.എൻ. ചേട്ടനെ കാണുന്നത്. ആ പിറന്നാളിന് സമയത്താണ് ഞാൻ എം.എൻ. ചേട്ടനെ കണ്ടത്. അപ്പോൾ 92 ഇവിടെ എനിക്ക് അമേരിക്കയിലെ ഗ്രീൻ ബേയിൽ ഒരു 45 ദിവസം വരാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അന്ന് $500 നമുക്ക് കിട്ടുക. FTS, ഫോറിൻ ട്രാവൽ സബ്സിഡി എന്ന് പറഞ്ഞ സാധനം $500 കിട്ടുള്ളൂ. $1 32 രൂപ. ഈ $500 കിട്ടാൻ തന്നെ വലിയ ജോലിയാണ്. അത് എല്ലാ ബാങ്കുകളിലും ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് അതൊക്കെ മേടിച്ചത്. അപ്പൊ എതിർച്ചയാ ഞാനിവിടെ വരുന്ന സമയത്ത് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്കും ഇവിടേക്ക് വരാനുള്ള ഒരു അവസരം ഫൊക്കാന എന്ന് പറയുന്ന സംഘടന കൊടുത്തു. അപ്പൊ മാഷ ഭരിക്കുന്നവരെ വിശ്വസിച്ചിരുന്നത് ഇത് ഈ കൃഷ്ണകുമാറിന്റെ പണിയാണ്, അവല്ലാതെ അവരെന്നെ വിളിക്കാനൊരു സാധ്യതയില്ല, താനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. എന്നാൽ താനെ MST എമ്മനും കൂടി ചെയ്തായിരിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എം.എൻ. ചേട്ടനെ ഞാൻ കണ്ടു കുറെ കാലമായി, 82 അവിടെ വെച്ച് കണ്ടതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഒരേ സമയത്ത് ഇവിടെ അമേരിക്കയിലെത്തി. എൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വാസ് വാഷിങ്ടൺ. അന്ന് അവിടെ പേര് മറന്നുപോയി, ഹയാത്തിലാണ് ഉണ്ടായത്. അന്നത്തെ വന്ന ആൾക്കാരൊക്കെയെന്ന് അറിയോ? അന്ന് MT, കാക്കനാടൻ, ONV, സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി എല്ലാവരും ഞങ്ങൾ ഒരേ ഹോട്ടലിൽ ഒരു 3 ദിവസം താമസിച്ചു. അതുണ്ടായ തമാശകളൊക്കെ വേണമെങ്കിൽ പറയാം, സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞിരുന്നത് അമേരിക്കയിലെ മലയാളി എഴുത്തുകാരുടെ കവിതകളെ പറ്റി സംസാരിക്കണം എന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്നോട് പറയരുത്, കാരണം ഐ ആം ഇൻഫേമസ് ഫോർ മൈ ഹാർഷ്നെസ്, അതുകൊണ്ട് ദയവേത് എന്നോട് അത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറ്റില്ല, അത് സാധാരണ ചെയ്യണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചെയ്യും, ഒരാഴ്ച മുമ്പെങ്കിലും സാധനം തരണം, വായിച്ചോണല്ലോ. പറഞ്ഞതുപോലെ തന്നില്ല. തലേ ദിവസം കൊണ്ടു തന്നു. പരിപാടിക്ക് നല്ലൊരു പേരായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞല്ലോ. അവരുടെ പേരെന്താ അറിയോ? നമുക്ക് ഉപയോഗിക്കാവുന്നൊരു പേരാണ്, മുറ്റത്തെ മുല്ലകൾ എന്നായിരുന്നു കവിതയുടെ പരിപാടിയുടെ പേര്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ മുറ്റത്തെ മുല്ലകളിൽ മിക്കവാറും ഒന്നിന് യാതൊരു മണവും ഗുണവും ഒന്നും കണ്ടില്ല, നിറം പോലും കണ്ടില്ല. ഒരാള് മാത്രം ഹി സ്റ്റുഡ് ഔട്ട് ഇൻ എ ഗ്രൂപ്പ്. അപ്പൊ എനിക്ക് ആരെ അറിഞ്ഞൂടല്ലോ, എനിക്ക് ഈ പേര് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാനന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു,
ഇതിനകത്ത് ഒരാള് ചിലപ്പോൾ കവിത എഴുതിയേക്കും, വേറെ ഒരാൾ ഇതിനകത്ത് കവിത എഴുതി ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല എന്ന് ഞാൻ എൻ്റെ പതിവ് രീതിയിൽ പറഞ്ഞു. ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് വൺ പേഴ്സൺ ഇസ് ജയൻ കേസി. ജയൻ കേസി, he proved to be a very worthy writer, a worthy filmmaker, all that. We met him after 30 years or so when his Papillon was being shown in Trivandrum. അപ്പൊ ഈ മുറ്റത്തമല്ലുള്ളവരെ സംസാരിക്കാനായിട്ട് അധികം നേരം വേണ്ടല്ലോ, ഇത്ര പറഞ്ഞാൽ മതിയല്ലോ, ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെ ബാക്കി എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 1981 മുതൽ 90 വരെയുള്ള കഴിഞ്ഞ 10 കൊല്ലം മലയാളത്തിലുണ്ടായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കവിതകളെ പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ തൊട്ട് മുമ്പിൽ ONV ഇരിപ്പുണ്ട്, ഇപ്പോഴത്തെ സുഗതകുമാരിയുണ്ട്, കൃഷ്ണാരം പെരുമാഷ് ഇയാൾ എന്തൊക്കെയാണോ പറയാൻ പോകുന്നത് വിഷമിച്ച് അവിടെ നിൽപ്പുണ്ട്, MT ഉണ്ട്, കാക്കനാടുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അന്ന് അവിടെ മലയാളി എന്ന പേരിൽ ഒരു പത്രം ഇവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ പത്രം, അന്നത്തെ മലയാളി പത്രം അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതില് ONV തെരഞ്ഞെടുത്ത കഴിഞ്ഞ ദശകത്തിലെ 10 കവിതകൾ എന്ന് പറഞ്ഞ് 10 കവിതകൾ അദ്ദേഹം ചൂസ് ചെയ്തതിന്റെ പേര് ഐ ബിലീവ് പാർട്സ് ഓഫ് ദ പോയം ഓൾസോ അങ്ങനെ ഉണ്ടായിരുന്നു. അത് വലിയ ആർട്ടിക്കിളായിരുന്നു. അദ്ദേഹം നേരിട്ട് ചെയ്യുന്ന, അദ്ദേഹത്തെ പോലെ വലിയ പ്രശസ്തനായ ഒരു കവി ചെയ്യുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒഴികെയുള്ള 10 കവിതകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. സുഗതകുമാരുടെ കവിതയുണ്ട്, കൃഷ്ണനാരായണന്റെ കവിതയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ലിസ്റ്റിനകത്ത് ഈ 10 പേരുടെ കവിതയില്ല. മാത്രമല്ല ഞാനീ പറഞ്ഞ 3 പേരുടെ പേര് തന്നെ പലരും കേട്ടിട്ടില്ല. പേരുകൾ ഞാൻ നല്ല എനിക്ക് ഓർമ്മയുണ്ട്. പേരുകൾ പറഞ്ഞ ഒരാൾ MR രാഘവൻ എന്ന ഒരാളുടെ കവിതയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. He is not known as a poet. Even now he is not known as a poet. He is known as a historian. രണ്ടാമത്തെ ആള് മുൻപോ പിൻപോ ഒരു നല്ല കവിത എഴുതാത്ത ജോർജ് ഇരുമ്പ എന്ന ഒരാളുടെ കവിതയായിരുന്നു. But we are looking at the poem, not looking at the poets. അതുകൊണ്ട് ആ കവിത എടുത്തു. മൂന്നാമത്തെ കവിത എന്ന് പറയുന്നത് NG ഉണ്ണികൃഷ്ണൻ ഒരാളുടെ കവിതയായിരുന്നു. പാറു എന്നൊരു കവിതയായിരുന്നു. സത്യം പറഞ്ഞാൽ ONVക്ക് വല്ലാതെ ദേഷ്യം. അദ്ദേഹത്തിന്റെ 10 കവിതകൾ പറഞ്ഞില്ല എന്നുള്ളത് പോട്ടെ, പറഞ്ഞ 3 കവികളുടെ പേര് പോലും അതിനകത്തില്ല. പിന്നെ ഈ പറഞ്ഞ ആളുകളൊന്നും കവികളായിട്ട് ആരും അന്നും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ NG ഉണ്ണികൃഷ്ണന് പിന്നീട് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടോ. ഒരു കുരുവി ഒരു മരം എന്നുള്ള ചെറിയൊരു പുസ്തകം അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സാഹിത്യ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അമേരിക്കയിൽ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പിന്നീട് 2010 ഇവനിവിടെ he initially came to LA, then he moved to Phoenix, I believe, then he moved to Bay Area. അവര് ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വന്നു തുടങ്ങി. 2019 ഇതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2021 കൊച്ചു മോളായതിനു ശേഷം, മോളെ കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യണം, അവള് വന്നിട്ടില്ല. അവളിപ്പോ വരും. ഉമേഷാണ് അവളുടെ ഈ ഓരോ കൊല്ലത്തെയും വയസ്സിന്റെ ഓരോ പടം എടുത്ത് തരുന്നതാണ് ഉമേഷാണ്. അപ്പൊ ഇന്ന് അവള് ചോദിച്ചു അത്രേ, ടുഡേ ഈസ് എ ന്യൂ ഡേ, Achucha is speaking today, he does not speak on all days, can I take a day off from the school? എന്ന് ചോദിച്ചു അത്രേ. അത്രയ്ക്ക് പിടിക്കുകയാണ്. Sometime in 2016 or so, അന്നാണ് രാജിയും ജോണും രാജിയുടെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെട്ടത്. ഉമേഷ് വാസ് ദേർ. ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കണം എന്നെ വിളിച്ചത്. വിനോദ് വാസ് ദേർ. വിനോദ് ഉണ്ടായിരുന്നു. We went to Geeta John's house. Of course, we went to John's house and had a great lunch and had a look at his agricultural interests. അങ്ങനെയാണ്. കിലോമീറ്റർ പോലും ഇല്ല അല്ലേ, 1 കിലോമീറ്റർ പോലും ദൂരമില്ല. ആൻഡ് പൂപ്പത്തിയിലെ ലോക്കൽ ആയിട്ടുള്ള ആളുകളൊക്കെ എനിക്കറിയാം, പ്രധാനപ്പെട്ട ആളുകളൊക്കെ. ഉദാഹരണത്തിന് P. ചന്ദ്രശേഖര മഹാരാഷ്ട്ര മിശ്ര വലിയ പണ്ഡിതനായിരുന്നു. നാരായണീയ ഭാഷാവൃത്തങ്ങളിൽ ഏറ്റവും നല്ല പരിഭാഷ ആണെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖരന്റെ പരിഭാഷയാണ്. പഥദിക്ഷു വിദിക്ഷു പരിക്ഷു ഭിതോദരവാരി നിനാദ ഫലങ്ങൾ തർജ്ജമ ദിക്കു വിദിക്കുകളൊക്കെ ഇളക്കി മറിച്ചെന്നാണ്.
he doesn't go by the Sanskrit meters but by the relevant, related Malayalam meter. അങ്ങനത്തെ ഒരാളായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ആധാരം എഴുത്താൻ ഒരു ഗോപിച്ചേട്ടനുണ്ട്, പുള്ളിക്ക് അടിക്കുന്ന ആളാണ്. പിന്നെ എൻ്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്നു, സുഹൃത്തെന്ന് പറഞ്ഞുവിടാ, കല്ലായി പരമേശ്വരൻ എന്നൊരാളുണ്ടായിരുന്നു. ലോകത്ത് ഒരു ഭാഷയിലും ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇൻ വേർഡ്സ് ആരും ചെയ്തിട്ടുണ്ടാവില്ല. ലിറ്റററി ക്രിറ്റിസിസം ഇൻ വേർഡ്സ്, ദാറ്റ് ഈസ് അൺഹേർഡ് ഓഫ്. I have not heard of literary criticism in words in any other language. If you have heard of, let me know. ഇത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്നുമല്ല, 10-15 കൊല്ലം ചെയ്ത ആളാണ് ഇദ്ദേഹം, ഈ കടലായി പരമേശ്വരൻ നമ്പൂരിപ്പാട്. അദ്ദേഹത്തിന്റെ പേര് കടലായിൽ പരമേശ്വരൻ നമ്പൂരിപ്പാട് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ തൂലികാനാമം ഇതെന്താ അറിയോ, കൽപ്പന എന്നാണ്. കടലായിൽ പരമേശ്വരൻ നമ്പൂരിപ്പാട്. എഡിറ്ററായിരുന്നു. എഡിറ്റർ തേമ്പാട്ട് ശങ്കരൻ നായരാണ്. അപ്പൊ തേൻപാട്ടു തന്നെ എന്നാണ്. തേമ്പാട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്. തേൻപാട്ടു തന്നെ. അദ്ദേഹത്തിന്റെ കൂടെയാണ് കടലായി പരമേശ്വരൻ എഴുതാറുള്ളത്. അദ്ദേഹം ഒരു വലിയ കടുപ്പക്കാരനായിരുന്നു. ഒരു ആത്മാനം സമ്മതിക്കില്ല ചില്ലില്. പിന്നെ ഈ ഉമേഷ് ചോദിക്കും, ഈ വ്യാകരണ നാസികൾ എന്നൊക്കെ പറയുമല്ലോ, ഇയാള് വ്യാകരണ നാസികം മാത്രമല്ല, ഇങ്ങനെ വ്യാകരണ നാസികമാണ്, വൃത്തനാസികമാണ്, അലങ്കാര നാസികമാണ്, എല്ലാത്തിലും നാസികമുള്ള ആളായിരുന്നു. എന്നോട് ഒരിക്കൽ സംസാരിച്ചപ്പോ എന്റെ ശ്ലോകം കണ്ടിട്ട് പറഞ്ഞു, പൂർവസൂരികൾ ഒന്നാം അർത്ഥത്തിന്റെ പൂർവാർത്ഥത്തിന്റെ അവസാനത്തിൽ വിശേഷണവും ഉത്തരാർത്ഥത്തിൽ വിശേഷ്യവുമായി സമ്മതിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ സമ്മതിച്ച് കണ്ടിട്ടില്ല എന്നല്ലോ ഇപ്പൊ കാണാമല്ലോ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഈ മൂന്നാം പാദത്തിൽ സ്വരാതി ആവാം, പക്ഷെ രണ്ടാം പാദത്തിലോ നാലാം പാദത്തിലോ സ്വരാതി ആയിക്കൂടാ. എന്തുകൊണ്ടായിക്കൂടാ? അപ്പൊ പറഞ്ഞു, അതാണ് അതിന്റെ വഴക്കം എന്ന് പറഞ്ഞു. പിന്നെ വഴക്കമല്ലേ, അതിന്റെ യുക്തി എന്താ? യുക്തിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അവിടെ നമുക്ക് പരിചയമുണ്ടെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇദ്ദേഹം അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, കയം എന്ന് പറഞ്ഞിട്ട്. കയം ₹1 മറ്റോ വിലയുള്ളൂ. NBSന്റെ പഴയ പബ്ലിക്കേഷൻ ആണ് കയം എന്നൊരു പുസ്തകമുണ്ട്. ചെറിയൊരു പുസ്തകം, നല്ല കവിതകളാണ്. And I gratefully remember that he used to show the poems to me. എന്നോട് വലിയ എതിർപ്പൊക്കെ ഉള്ളതിലും വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അന്ന് എഴുതിയൊരു കവിത സ്ത്രൈണം എന്നൊരു കവിതയായിരുന്നു. സ്ത്രൈണം, ദ ഫെമിനിൻ പ്രിൻസിപ്പിൾ എന്ന അർത്ഥത്തിലാണ് സ്ത്രൈണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. കേട്ടൊന്നല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ ഇവിടെയൊക്കെ പരിചയമായി. സ്മിത പറഞ്ഞു എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വന്നപ്പോ ചന്ദ്രാപിന്നെയാണ്. അപ്പൊ പെരിഞ്ഞത്ത് അടുത്താണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ എനിക്ക് അവസാനത്തേക്ക് ഞാൻ നീട്ടി വെച്ച ഒരാള് ന്യൂയോർക്കിൽ നിന്ന് വന്ന ജേക്കബാണ്. എൻ്റെ പരുഷമായ വാക്കുകളെ സഹിച്ച് എന്നോട് ഇപ്പോഴും സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. പരുഷം എന്നല്ല പറഞ്ഞ അതിപരുഷമായ വാക്കുകളെ സഹിച്ച് ഇപ്പോഴും എന്നോട് സൗഹൃദം തുടർന്നുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ വരുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരു ഫോർമൽ മീറ്റിംഗ് ആണെന്ന് വെച്ചിട്ടാണ് വന്നത്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് പുതിയതായിട്ട് പരിചയപ്പെട്ട ശ്രീ സുകുമാർ കാനഡ, എൻ്റെ ചേട്ടൻ പറഞ്ഞെങ്കിൽ നല്ല പരിചയമുള്ള ആളാണ്. പരുഷമായിട്ട് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. പരുഷമായിട്ട് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. Here comes Leah. Welcome Leah. സാർ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ല, അക്ഷരമേ എനിക്ക് നിന്നെ ഇച്ഛ പിടിച്ചു, നിന്നിൽ അരമുള്ളതിനാൽ. അപ്പൊ പരുഷമായാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഒറ്റ മോനാണ് നന്ദു. നന്ദുവിന്റെ ഭാര്യ ഒരു തമിഴത്തിയാണ്. അപ്പൊ എമ്മച്ചേട്ടൻ പറഞ്ഞ പോലെ മലയാളം വായിക്കില്ല, നമ്മൾ എഴുതുന്നൊന്നും വായിക്കില്ല. ഹിയർ ഇസ് വിനീത, മൈ ഡോട്ടർ ഇൻ ലോ. ഷീ ഡസന്റ് റീഡ് മലയാളം. ഷീ ഈസ് എ തമിഴിയൻ വിത്ത് തെലുഗു റൂട്ട്സ്. അപ്പോഴ് നന്ദുവിന് വായിക്കാൻ അറിയേണ്ടതാണ്. കാരണം അവൻ 9ാം ക്ലാസ്സിൽ പഠിച്ചത് ഭാരതപര്യടനം നല്ല ഗാന്ധിയൊക്കെയാണ്. പക്ഷെ 9ാം ക്ലാസ്സിലെ വേനൽക്കൂട്ടം ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഭാരതപര്യടനമൊക്കെ പഠിക്കാനുണ്ട്, ഞാൻ അച്ഛൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആരെ പഠിപ്പിക്കും? അമ്മ പഠിപ്പിക്കും. അപ്പൊ അമ്മയോ ഭാരതപര്യടനം പഠിപ്പിക്കാനോ? അതെങ്ങനെ ശരിയാവും? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ പഠിപ്പിച്ചാൽ എനിക്ക് വിവരം ഉണ്ടാവും, അമ്മ പഠിപ്പിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും. എനിക്ക് മാർക്ക്
അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചില്ല. അപ്പൊ ഞാൻ അവനോട് പറയുന്നുണ്ട്, ഈ ഭാരതവേട്ടൻ നിങ്ങൾ കാണുന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കാണുന്ന ക്രമത്തിലല്ല മാലാരെ എഴുതിയത്. അതിനൊരു ക്രമമുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്താഗതി എങ്ങനെയാണ്, മനോവ്യവഹാരങ്ങൾ എങ്ങനെയാണ് മാറി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം എഴുതിയ ക്രമം പഠിക്കണം. ക്രമം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മോൻ പറയാണ് അതിന്റെ ആവശ്യമില്ല, ഞാൻ അല്ലാതെ പഠിച്ചോളാം. എന്തിനു പറയണു? 100-ൽ 5 മാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും കിട്ടി. ആ ഭാരതവേട്ടനത്തിലെ ഒരു ലേഖനം പോലും അവൻ ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മലയാളം വായിക്കില്ലല്ലോ. ഇന്നിപ്പോ കാർ ഓടിച്ച് വരുമ്പോഴും പറയായിരുന്നു, അച്ഛൻ ഈ കാര്യമൊന്നും പറയേണ്ട, മനുഷ്യർക്ക് മനസ്സിലാവണമല്ലോ എഴുതുന്നു എന്നാണ് അവന്റെ ഉപദേശം. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ എന്നെ രക്ഷിക്കുന്നത് ലേക്കുട്ടിയാണ്. അവൾക്ക് വേണ്ടിയാണ് ഇപ്പൊ എല്ലാ പാട്ടുകളും എഴുതുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അവൾക്കൊരു പാട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്ന കാര്യങ്ങള് പിൽക്കാലത്ത് വായിക്കപ്പെടണമെങ്കിൽ ഡിജിറ്റൈസ് ചെയ്യണമെന്നും പ്രിന്റ് ചെയ്യണമെന്നൊക്കെയാണല്ലോ ചേട്ടൻ പറഞ്ഞത്. പിൽക്കാലത്ത് പോട്ടെ, നമ്മുടെ ജീവിതകാലത്തെങ്കിലും 4 ആള് വായിക്കട്ടെ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്ന മട്ട് കാണാനില്ല. അതിനൊക്കെ സഹായിക്കുന്ന, എനിക്ക് വളരെ ദേഷ്യമുള്ളൊരു വാക്കാണ് ഈ കൂട്ടായ്മ, അതുകൊണ്ട് ആ വാക്ക് പറയുന്നില്ല. അതുകൊണ്ട് ഈ വാലായ്മ തീലാക്കിണ്ടായ്മ എന്നൊക്കെ പറഞ്ഞ പോലൊരു വാക്കാണ് ഈ കൂട്ടായ്മ. അതുകൊണ്ട് കൂട്ടായ്മ എന്ന് ഞാൻ പറഞ്ഞു. കൂട്ടായ്മയ്ക്ക് ശബ്ദാലാവിൽ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് നല്ല വാക്കല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നാളെയും എന്നെ സഹിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മുടെ സാഹിത്യ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നത് ശ്രീ തമ്പി ആന്റണിയാണ്. എഴുത്തുകാരൻ, സിനിമാ നിർമ്മാതാവ്, അഭിനേതാവ്, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ പല നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ തമ്പി ആന്റണി അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിൽ പുറത്തും മലയാളികൾക്കിടയിൽ വളരെ സുപരിചിതനാണ്. അദ്ദേഹം 50-ലേറെ ചെറുകഥകളും ഭൂതാൻ കുന്ന്, ഏകാന്തത നിമിഷങ്ങൾ എന്നിങ്ങനെ 3 നോവലുകൾ, 3-ാമത്തെ നോവലിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 നോവലുകൾ രചിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി പുരസ്കാരം, പിന്നെ ബഷീറിന്റെ പേരുള്ള അമ്മ മലയാളി പുരസ്കാരം എന്നിവയുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ സാഹിത്യത്തിനുള്ള സംഭാവനയ്ക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 20-ലേറെ ചിത്രങ്ങൾ നിർമ്മിക്കുകയും 50-ലേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിയോണ്ട് ദ സോൾ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ അഭിനയത്തിന് ഹോണോലുലു ചലച്ചിത്രമേളയിൽ നല്ല നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പ്രശസ്ത എഴുത്തുകാരനായ കാരൂരിന്റെ പൊതിച്ചോറ് എന്ന ചെറുകഥയെ ആധാരമാക്കി നിർമ്മിച്ച ഹെഡ്മാസ്റ്റർ എന്ന സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ഫിലിം ക്രിറ്റിക്സിന്റെ മികച്ച സ്വഭാവം നടന്നുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. സഭയുടെ ആഭിമുഖ്യത്തിൽ ആ സഭയ്ക്ക് വേണ്ടിയിട്ട് വിനോദ് മേനോൻ സംവിധാനം ചെയ്ത ചെങ്ങമൂഴ് പാർക്ക് എന്ന സിനിമയിൽ നായകവേഷം അഭിനയിച്ചതും ശ്രീ തമ്പയാണിയാണ്. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ഒരു അവസരമുണ്ടായി. ലാമിയുടെയും സർഗവേദിയുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ശ്രീ തമ്പയാണിയെ അടുത്ത ആശംസാ പ്രസംഗത്തിനായിട്ട് സാധനം ക്ഷണിക്കുന്നു. അന്ന് കുറെ കവിതകൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കവിത എഴുതി തുടങ്ങിയിട്ടില്ല. നമ്മുടെ എൻ്റെ ആദ്യത്തെ കഥ, ഞാൻ കവിതയാണ്, എല്ലാ എഴുത്തുകാരും ആദ്യം കവിതയാണ് തുടങ്ങുന്നത്. കാരണം കവിത എഴുതാൻ എളുപ്പം, ഒരു പേജ് അല്ലേ, പിന്നെ മാറ്റി എഴുതാം. എന്ത് കമ്പ്യൂട്ടർ അല്ലല്ലോ, കൈകൊണ്ട് തിരുത്തി പറഞ്ഞ് എഴുതുമ്പോഴത്തേനും ഞാനതുകൊണ്ട് കോളേജ് മാഗസിനിലെ ആദ്യത്തെ എൻ്റെ കവിത വന്നു. അത് കഴിഞ്ഞ് മനോരമയിലാണ് ഒരു ജനറലായിട്ടൊരു പബ്ലിക്കേഷൻ എൻ്റെ കവിത. അപ്പം ഈ അതും കാരണം ഇതാണ്, പോടാ ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ വിട്ടുന്നതിനും കവിതയാണ്. കാരണം ഈ വൃത്തമൊക്കെ അങ്ങ് പോയല്ലോ. പിന്നെ എനിക്കിതൊന്നും അറിയാതെ ഞാനൊരു കവിത എഴുതി, അത് മനോരമ വന്നു. അത് 3-4 വരി പാടുക ആളുടെ പക്ഷേ. എങ്ങു നിന്നോ പറന്നെത്തി എൻ്റെ വീട്ടുമുറ്റത്തൊരു സ്വർണ്ണച്ചിറകുള്ള പക്ഷി തത്തിക്കളിച്ചും മെല്ലെ മെല്ലെ മുത്തം കൊടുത്തും എൻ്റെ മുല്ലത്തെടികളിൽ വന്നിരുന്നു. ഒട്ടക്കണ്ണിട്ട് നോക്കുന്നൊരു സുന്ദരി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ബാല്യകാലവും. മുറ്റത്തൊരു കോണിലാക്കിനട്ടിൻകരയിലെ കാറ്റാണി മരത്തിലൊരു കിളി കൂടുവെച്ചതും. അങ്ങനെ ഒരു കഥ പോലെ പോകുന്നൊരു കഥയാണ്. കവിതയാണെന്ന് പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ,
എന്തായാലും ഞാനിവിടെ വന്നപ്പം എനിക്ക് ഈ പ്രശ്നമായിരുന്നു, മലയാളം പറയാൻ അറിയില്ല. ഞാൻ പ്രേമയുടെ സംസ്കൃതി പഠിക്കാൻ വന്നത്. അപ്പോൾ അവിടെ കോൺക്രീറ്റ് വർക്കിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് സുമാർ ഞാൻ കണ്ടില്ല. അവിടെ താമസിച്ച് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഇതാണ് മാമി ഉലോകം എന്ന് പറഞ്ഞാൽ മുഴുവൻ സാഹിത്യന്മാർ ഇങ്ങനെ അന്ന് ഇത്രയും ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, വെള്ളക്കാരും ഇല്ല. കുറച്ച് ഓടാൻ മോശമാണ്, ഓടി ഇങ്ങനെ കുറച്ചിങ്ങനെ ഓടിയപ്പോൾ പെമ്പിളിറങ്ങി നോക്കിച്ചിരിക്കുന്നു. പക്ഷേ ഇത് കൊള്ളാമല്ലോ, നല്ല സ്ഥലമല്ല. നമ്മൾ അങ്ങനെ ഒരു പിന്നെ പ്രേമമാണ്, ഇവിടെ ആരെ കണ്ടാലും എല്ലാവരും ചിരിക്കും, കാര്യമോട് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനിങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഒരു പാർട്ടി ഒരു കടയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കെട്ടിങ്ങനെ നിൽക്കുന്നു. നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ്റെ കൊട്ടാ കിട്ടിയത്. പേടിക്കണ്ട, ഞാനൊരു മലയാളി. അങ്ങനെ കുര്യാക്കോസ് ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു. കുറവലങ്ങാട്ടുകാരനായിരുന്നു. അതേ ഒരു സുപ്രഭാതത്തിലുള്ള സ്ഥലമുണ്ട്. അതേപ്പറ്റി ഒരു മലയാളം പിന്നെ ഈ ഫേസ്ബുക്കിലൊരു ആർട്ടിക്കിൾ പോലെ എഴുതി. അത് മനോരമ എടുത്തു, മാതൃഭൂമി എടുത്തു, എല്ലാവരും പബ്ലിഷ് ചെയ്തു. അയാളെ കൊച്ചുമോനെ വിളിച്ചു വാർഷികത്തിൽ. കുര്യാക്സ് മരിച്ചുപോയി, ഗ്രാമത്തെയായിരുന്നു മരിച്ചുപോയി. അദ്ദേഹം രീതിയിലുള്ള സന്തോഷം. ഒരു സൈക്കിളെടുക്കാനാണ്. എനിക്കൊന്ന് ആദ്യത്തെ മലയാളിയുടെ ഒരു ബിസിനസ്സാണ്. വർഷങ്ങൾക്ക് ഞാൻ വന്ന 84 ഞാൻ പുള്ളിയെ കാണുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് കോവിലിൻ്റെ ഒരു കഥ ഓർക്കുന്നത്. പണ്ടൊക്കെ ഈ പ്രവാസം എന്ന് പറയുന്നത്, സമയമുണ്ടോ, പ്രവാസം എന്ന് പറയുന്നത് അമേരിക്കയും ഗൾഫൊന്നുമല്ല, ഡൽഹി, ബോംബെ, കൽക്കട്ട ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കോവിലിൻ്റെ ഒരു കഥയ്ക്കകത്ത് ഇതുപോലൊരു മലയാളി ജോലി അന്വേഷിച്ച് ഡൽഹി മുഴുവൻ കറങ്ങി അവിടെ തന്നെ എല്ലാ ഡോക്ടേഴ്സ്. അന്നിപ്പോൾ ജോലിയില്ല, അന്വേഷിച്ചപ്പോൾ ജോലി. അവസാനം ഒരു സൂവില്ല, ഈ മൃഗങ്ങളെ നോക്കുന്ന സ്ഥലത്ത് പറഞ്ഞു. അതെനിക്ക് പറഞ്ഞു എനിക്ക് ജോലിയില്ല, എനിക്ക് ദിവസം പറഞ്ഞിവിടെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ആരുമില്ല, കടുവായിക്കും പുള്ളിക്കൊക്കെ. അത് ഞാൻ ചെയ്തു നോക്കി. താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. അവസാനം പുള്ളിക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു. സ്ഥലം പുള്ളി ഡെയിലി കൃത്യമായിട്ട് ഒരു ദിവസം പുള്ളി കാല് തെറ്റി വീണപ്പിൻ്റെ പിന്നെ രക്ഷയില്ല. മൃഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കടുവ വന്നാൽ പിന്നെ കിടത്തു കൊടുക്കുക, ചത്തോ യാതൊരു പ്രശ്നമില്ല. പുള്ളി കണ്ണു അടച്ച് മരിക്കാൻ നാരായിട്ട് പെട്ടെന്നായിരുന്നു തോണ്ടി വിളിക്കും. അപ്പോൾ കടുവയല്ല, പേടിക്കണ്ട, ഞാനൊരു മലയാളിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ മലയാളികളെ കാണാതെ ഇങ്ങനെ വിഷമിച്ച് ഇപ്പോൾ പറയാൻ വന്നതല്ല. ഇത്രയും ലാലാന്നൊരു സംഘടന എന്നെ MS നമ്പൂതിരിയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ചെറിയ അവരൊക്കെ ഇവിടെ വന്ന് എന്നെ വിളിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ കിടക്ക് കവിത എഴുതും മലയാള പത്രത്തിൽ. അങ്ങനെ ഞാനൊരു സാഹിത്യകാരനെ തിരിച്ചിട്ടാണ് വിളിച്ചത്. പിന്നീട് ഞാൻ കഥ എഴുതാൻ പറ്റും. അതായത് അങ്ങനെയുള്ളൊരു പ്രീതി വായന മരിക്കുന്ന സമയം. അത് വായന മരിച്ചുകൊണ്ടിരിക്കണം ഞാൻ പറയാൻ കാര്യം, പുസ്തക വായനയും പത്രം വായനയും ഒരു 40 വയസ്സിലാണ് കുറവാണ്. വായന മരിക്കുന്ന ഞാൻ പറയില്ല, വായന കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ആർക്കും എഴുതാറില്ല. പണ്ടൊക്കെ നമുക്ക് അവസരങ്ങളില്ല എഴുതാൻ. ഇപ്പം ആർക്കും ഒരു കഴിവുള്ളവർക്ക് പ്രകടിപ്പിക്കാനൊരു വേദിയുണ്ട്, അതിന് ഇൻ്റർനെറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്വർഗവതി പോയൊരു സംഘടന. കാരണം കമ്പാരിറ്റീവ്ലി യങ്ങറാണ്, അതായത് ലാലെന്ന് പറഞ്ഞാൽ വളരെ ഓൾഡറാണ്. അപ്പം അങ്ങനെ ഒരു സംഘടന ഇത് ഏറ്റെടുത്തിട്ട് സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിലുണ്ട്. എനിക്ക് വളരെ നേരത്തെ ഞങ്ങൾക്കൂടെ ഒരു സംഘടന ഉണ്ടായിരുന്നു കാലം. ഇതൊക്കെ ഇതാ വീണ്ടും ഒന്നുകൂടെ നടത്തുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സ്വർഗവതി കൊണ്ട് നമുക്ക് അവരുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റില്ല. ഈ കാലം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഘടന ഇത്ര മനോഹരമായിട്ടും ഇവിടെ പൊതുവെ ഈ സാഹിത്യ വേദികളിലൊക്കെ ആൾ കുറവാണ്. കേരളത്തിൽ വരെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് നോക്കണ്ട, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ക്ഷണിച്ചതിലും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നു, നാളെ ദിവസം വേണ്ടല്ലോ. അപ്പം വളരെ സന്തോഷം. പിന്നെ രാജ്മേനും വിനോദ് മേനും പിന്നെ ജോൺ പടിയും ഈ സ്വർഗവതി എല്ലാവർക്കും എനിക്ക് സന്തോഷം. ദൂരെ നിന്ന് വന്ന കാനഡയിൽ നിന്ന് സുകുമാർ, പിന്നെ ആരൊക്കെ അവിടെ നിന്ന് ഹരിദാസ് തകർത്തിട്ടുണ്ട്. പിന്നെ മീനു വന്നില്ലേ? മീനു വരേണ്ടതാണല്ലോ. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാഹിത്യ ക്യാമ്പ് അവിടെ വെച്ചിട്ട് ഹെഡ് മാസ്റ്റർ മൂവി കാണിച്ചു. പിന്നെ കാരൂരിനെ പറ്റിയൊക്കെ സംസാരിച്ചത് വളരെ പ്രോത്സാഹിപ്പിച്ചൊരു. അതുപോലെ തന്നെ സ്വർഗവതി ഹെഡ് മാസ്റ്റർ ഇവിടെ ചെയ്തു. ആദ്യമായിട്ടാണ് ഹെഡ് മാസ്റ്റർ പുറത്തൊരു സ്ക്രീൻ എഴുതുന്നത് സ്വർഗവതിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായും. പിന്നെ നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി മുന്നോട്ട് സ്വർഗവതി ചെയ്യണം. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. വളരെ നന്നായിരിക്കുന്നു.